ഷാജി, ജില്ലാ പഞ്ചായത്ത് നോക്കിയാലും ബ്ലോക്ക് തലത്തിൽ നോക്കിയാലും ഗ്രാമപഞ്ചായത്തുകൾ തലത്തിൽ നോക്കിയാലും നഗരസഭാ തലത്തിൽ നോക്കിയാലും ഒക്കെ ആലപ്പുഴയിൽ മേൽക്കൈ ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്താനാകും എന്ന വിശ്വാസമാണോ അടിത്തട്ടിൽ നിന്ന് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ്, അതുതന്നെയാണ് കാര്യം. ആലപ്പുഴ ജില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശക്തമായ നിലയിലാണ് ഇടതുപക്ഷം. കാര്യം ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ നഗരസഭയും ഗ്രാമപഞ്ചായത്തുകളൊക്കെ തന്നെ ബ്ലോക്ക് തലത്തിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെയധികം വിജയപ്രതീക്ഷയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ നഗരസഭയിലെ MO വാർഡിലാണ്. അവിടെ കഴിഞ്ഞ 5 വർഷത്തെ വിജയപ്രതീക്ഷയിൽ വീണ്ടും കവിത ടീച്ചർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വോട്ടഭ്യർത്ഥിക്കാനായിട്ട്. എങ്ങനെയുണ്ട് രണ്ടാമത്തെ തവണ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം? മൂന്നാമത്തെ തവണയാണ്. കുഴപ്പമില്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് നല്ല ഒരു പ്രതികരണമാണ് കിട്ടുന്നത്. എന്തായാലും വിജയിക്കും, വിജയം ഉറപ്പാണ്. നഗരസഭയിൽ പ്രധാനമായിട്ടും ചെയ്ത വികസനങ്ങളൊക്കെ ഈ നാടിന് ഗുണം ചെയ്യുമോ? നാടിന് ഗുണം ചെയ്യും. ഞാൻ 90% വികസന പ്രവർത്തനങ്ങൾ MO വാർഡിൽ ഫുള്ള് തീർത്തിട്ടാണ്. നമ്മൾ പാലസിൻ്റെ നമുക്ക് കുറേ ഭാഗങ്ങൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വികസനം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തന്നെയാണ് പോകുന്നത്. നമുക്കത് ഗുണം ചെയ്യും. നഗരസഭ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലിരിപ്പുണ്ട്. എന്തായാലും ഈ നടക്കുന്ന റോഡ് ഉൾപ്പെടെ നമ്മുടെ MLA ഫണ്ടിൽ ഇപ്പുറം പാലസും ഇപ്പുറം MOയും ഇപ്പുറം പാലസുമാണ്. അപ്പോൾ ഇതുൾപ്പെടെ ഇപ്പോൾ തീർത്തതാണ് വർക്ക്. പ്രവർത്തകരൊക്കെ തന്നെ വളരെ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. പ്രവർത്തകരും കൂടെയുള്ളവരും നമ്മുടെ ഇവിടെയുള്ള എല്ലാ നിവാസികളും നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എങ്ങനെയുണ്ട്? നല്ല ശക്തമായ പ്രചരണമാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം പ്രചരണം അവസാനിക്കുകയാണല്ലോ. ഇടതുപക്ഷം ഇവിടെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ സീറ്റ് മേടിച്ച് ആലപ്പുഴ നഗരസഭ പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്ര വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ആരോഗ്യരംഗത്തും മറ്റെല്ലാ രംഗത്തും നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് നല്ല ഒരു മേൽക്കോയ്മയുണ്ട്. തീർച്ചയായിട്ടും കവിത ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ജയിച്ചു വരും. പൊതുവേ ഈ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണല്ലോ ഈ വാർഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണപ്പെടേണ്ട പ്രദേശമാണ് ഈ പാലസ് വാർഡിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, ചുങ്കം എന്ന് പറയുന്നത്. MO വാർഡിൻ്റെ ഭാഗം കൂടി ആയിട്ട് മാറിയിരിക്കുകയാണ്. കവിത അവിടെ മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ ചെയ്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള, നഗരസഭ മാത്രമല്ല ഈ റോഡ് ഉൾപ്പെടെ സലാം MLA നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്തൊരു റോഡാണ്. എത്രയോ കാലമായി തകർന്ന് തരിപ്പണമായി കിടന്നത്. ഞാൻ കൗൺസിലറായിരുന്ന കാലത്ത് 2010 ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഈ റോഡ് ഒന്ന് വൃത്തിയായത്. വികസനം തന്നെയാണല്ലോ അടിസ്ഥാനം. തീർച്ചയായിട്ടും ആലപ്പുഴ നഗരസഭ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ നന്നായി കാണുന്നത്. പിന്നെ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളടക്കം ജനങ്ങളുടെ ഇടയിൽ നന്നായി എഫക്റ്റ് ചെയ്യും. ഇടതുപക്ഷത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടും. മുനിസിപ്പാലിറ്റി വിജയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ അത് വീണ്ടും തുടർ ഭരണം LDFൽ അതുണ്ടാവും. അതുതന്നെയാണ് അജിംഷാദ്. നമുക്ക് ഓരോ വാർഡിലും ഇറങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ. ഇപ്പോൾ നമുക്ക് കാണാം, രാവിലെ തന്നെ ഇത്രയധികം പ്രവർത്തകർ സ്ഥാനാർത്ഥിയോടൊപ്പം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആലപ്പുഴ നഗരവും അതോടൊപ്പം തന്നെ ജില്ല പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ തീരദേശ മേഖലയാണെങ്കിലും കുട്ടനാടൻ മേഖലയാണെങ്കിലും നേരത്തെ ഇവിടെ പ്രവർത്തകർ തന്നെ പറഞ്ഞതുപോലെ പെൻഷൻ വിതരണമായാലും ഒക്കെ തന്നെ വളരെ പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളായാലും അതോടൊപ്പം തന്നെ പ്രവർത്തകരായാലും ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത്. അജിംഷാദ്. തീർച്ചയായും ഷാജിയാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ തത്സമയം പങ്കുവച്ചത്.